ായിരിലേക്ക് കണ്ണൻ കൊല്ലം വളരെ കാലമായി കൊല്ലത്തിന്റെ രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ച ആളാണ് കണ്ണൻ ഇത്തവണ വളരെ ശക്തമായ ഒരു മത്സരം ഉണ്ടോ അതോ എൻ കെ പ്രേമചന്ദ്രന് കാര്യങ്ങൾ എളുപ്പമാണോ? അഭിലാഷ്, ശക്തമായ പ്രചാരണമുണ്ട്. മത്സരമുണ്ടോ എന്ന് പറയുക നമുക്ക് അസാധ്യമാണ്. കാര്യം ശക്തമായ പ്രചാരണം, CPM എല്ലാ അരയും തലയും മുറുക്കിയുള്ള പ്രചാരണം ഇവിടെ ശക്തമാണ്. പക്ഷേ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊന്നാപുരം, ഇടതുപക്ഷത്തിൻ്റെ പൊന്നാപുരം കൂട്ടയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കൊല്ലം ലോക്സഭാ മണ്ഡലവും കൊല്ലം ജില്ലയുമെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് പ്രേമേന്ദ്രൻ്റെ പൊന്നാപുരം കൂട്ടയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം MA ബേബിയെ മലർത്തിയടിച്ചു. അതിൻ്റെ അതിനേക്കാൾ ശക്തരായിട്ടുള്ള കൊല്ലത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തി. ഇപ്പോൾ CPM നിർത്താൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് M മുകേഷ്. കാര്യം അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയൊക്കെയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് N K പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാനം വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം തുടരും എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നതെന്ന് നമ്മുടെ സർവേകൾ തന്നെ വ്യക്തമാക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത തന്നെയാണ്. കാര്യം ഏത് വിഷയത്തിലും ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും പഠിച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഈ പ്രേമേന്ദ്രനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ആരോപണം. രാഷ്ട്രീയ ആരോപണത്തെക്കാൾ ഉപരി വ്യക്തിപരമായിട്ടുള്ള ആരോപണമാണ്. കാരണം ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. കാരണം വെച്ചാൽ കണ്ണൻ പറഞ്ഞതുപോലെ വളരെ സ്വീകാര്യനാണ് N K പ്രേമചന്ദ്രൻ. നല്ല കാര്യങ്ങളാണ് എല്ലാ തവണയും ആ സ്വീകാര്യതയുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ കണ്ട ചില അടിയൊഴുക്കുകളുണ്ട്. അതൊന്ന് പറയാൻ അനുവദിക്കുമെന്ന് കരുതുന്നു. കൊല്ലം സംബന്ധിച്ചോളം കൊല്ലം ഇത്തവണ ഒരു മാറ്റി ചിന്തിക്കലിലേക്ക് പോകുമെന്ന് ഞാൻ കണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്, ഘടകങ്ങൾ. അത് പറയാമല്ലോ അല്ലേ? പറഞ്ഞോളൂ പ്രതീക്ഷ പറഞ്ഞോളൂ. മാറ്റി ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും അല്ലല്ല കണ്ണല്ല, നിങ്ങൾ ആമുഖമായി പറഞ്ഞ 3 പേര്, കാരണം മാധവും നമ്മുടെ അനിരുദ്ധനും അഭിലാഷും ഒക്കെ ടച്ച് ചെയ്ത് പോയ ചില ഘടകങ്ങളുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഒരു ആക്സസിബിലിറ്റി പ്രേമേന്ദ്രനെ സംബന്ധിച്ചോളം വലിയൊരു സ്വീകാര്യതയുണ്ട്. ഒരു കരിയർ ബ്രേക്ക് ഇല്ലാത്ത ഒരു നേതാവാണ്. രാഷ്ട്രീയമായിട്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ 2014 ഉള്ള സാഹചര്യം അല്ലെങ്കിൽ 2019 ഒരു സാഹചര്യമല്ല ഇപ്പോൾ 2024 വരുന്നത് എന്ന് ഞാൻ പറയാൻ കാര്യം ഏറ്റവും നല്ല ആപ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ ഫീൽഡ് ചെയ്യിക്കാൻ CPM-നായി LDF-നായി എന്നുള്ളതാണ്. കാരണം മുകേഷിനെ പോലെയുള്ള വലിയ സ്വീകാര്യത ഉള്ള ഒരു വ്യക്തി, കാരണം സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കരിയറെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമാ കരിയറെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ ഞാൻ കാണുന്ന മറ്റൊരു അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത്, നേരത്തെ മാധുവടക്കം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കൊല്ലം എന്നത് CPM-ൻ്റെ ഒരു ഈറ്റില്ലമാണ്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അപവാദമായുള്ളത് കുണ്ട്ര മണ്ഡലം മാത്രമാണ്. ഈ കഴിഞ്ഞ തവണ 1,48,000 വോട്ടിൻ്റെ മാർജിൻ ഒരു പക്ഷേ ആ വിക്ടറി മാർജിനാണ് പ്രേമേന്ദ്രനെ കിട്ടുന്നത്. അത് മറികടക്കാൻ CPM-നെ സംബന്ധിച്ചോളം വലിയൊരു ടാസ്ക് ഒന്നുമല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ, ഈ പാർട്ടി കണക്കുകളാണല്ലോ എപ്പോഴും പറയുന്നത്, അതായത് അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3.25 ലക്ഷം വോട്ട് BJP-ക്കുണ്ട്. അതുകൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയോട് ജയിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ നമുക്കിപ്പോ പ്രേമചന്ദ്രൻ നേരത്തെ പറഞ്ഞ ഫൈറ്റ് നടക്കുന്ന പ്രേമചന്ദ്രൻ ആൻഡ് CPM ആ രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 2014 19 സാഹചര്യങ്ങളല്ല. ഞാൻ 2014 സാഹചര്യം പറയാം. അന്ന് ഏറ്റവും ഒരുപക്ഷെ 2 പാർട്ടികളും അഭിമാന പ്രശ്നമായിട്ട് കാണുന്നു. UDF പ്രേമചന്ദ്രനെ അവിടേക്ക് ഫീൽഡ് ചെയ്യിക്കുന്നു. CPM LDF നല്ല കാൻഡിഡേറ്റിനെ, പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയെ, മുൻ മന്ത്രിയെ അവിടേക്ക് ഇറക്കിയാണ്. പക്ഷേ ആലോചിക്കണം, അവിടെ വന്ന് പിണറായി വിജയൻ നടത്തിയ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് നടത്തിയ ചില പരാമർശങ്ങളുണ്ടല്ലോ, ആ പരാമർശമടക്കം വലിയ ആയുധമാക്കി മാറ്റുന്നു. പൊളിറ്റിക്കലി ആയുധമാക്കാനുള്ള അവകാശമുണ്ട്. ഒപ്പം അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ വനിതയുടെ ഒരു ഇന്റർവ്യൂ ഒരു പാർട്ടി ചാനൽ സംപ്രേഷണം ചെയ്ത് അതുപോലും എടുത്ത് വലിയ ആയുധമാക്കിയ സാഹചര്യങ്ങൾ 2019 അന്ന് 37,000 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷം 2019 വരുമ്പോൾ എന്താണ് സാഹചര്യം? 2019 ഒരു ദേശീയ വേവ്, കേരളത്തിലെ വേവ്, ശബരിമല, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, ഇതൊക്കെ പ്രേമചന്ദ്രനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കണം, ഇപ്പോൾ ഞാൻ കിട്ടിയ എൻ്റെ സുഹൃത്തുക്കൾ കൊല്ലത്ത് നിന്നും നൽകുന്ന വിവരമനുസരിച്ച് ഒരു ബൂത്തിലെ വോട്ട് പോലും ചോരാതിരിക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ. ഇപ്പോൾ CPM-ന്റെ സംഘടനാ സംവിധാനം അറിയാമല്ലോ, ഒരു വിഭാഗീയതയും ഈ സമയത്തില്ല. പാർട്ടി കണ്ടറിയാമല്ലോ, കൊല്ലം, ചടയമംഗലം CPI-യുടെ ശക്തി കേന്ദ്രങ്ങൾ പലപ്പോഴായി അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല. കണ്ണൻ ഉറപ്പിച്ച് പറയാം, അവിടെ കൈപ്പള്ളി പറഞ്ഞതിൽ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ CPI സ്വാധീനമുള്ള മേഖലകളുണ്ട്. ഇത്തവണ CPI കുടുംബക്കാരനായ
മുകേഷ് എന്നൊരു ഫീലിംഗ് മുകേഷിനെ സംബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം ഓ മാധവന്റെ മകനാണ്. ജനിച്ചു വീണ കാലം തൊട്ട് രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്ന വ്യക്തിയാണ് കണ്ണൻ. അപ്പോൾ പൊളിറ്റിക്കൽ ഒരു ഇമേജ് ഉള്ള വ്യക്തി തന്നെയാണ്. അല്ല, ഈ ഓ മാധവന്റെ മകനാണ് എന്നൊരു ഘടകം അവിടെ വളരെ ശക്തമായി രംഗത്തിറങ്ങാനുള്ള ഒരു ഘടകമാണ് അദ്ദേഹം. അല്ലല്ല, ഒരു സംശയവും വേണ്ട. ഒരു നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. ചടയമംഗലവും പുല്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ NK പ്രേമചന്ദ്രന്റെ ശക്തമായ വോട്ട് നേടിയ സ്ഥലമാണ്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പും 2019 തെരഞ്ഞെടുപ്പ് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ആ സമയത്ത് ഇവിടെ CPM നടത്തിയ പ്രചരണം എന്താണ് എന്ന് കണ്ടയാളാണ്. അതിനേക്കാൾ വലിയ പ്രചരണം അല്ല ഇപ്പോൾ നടത്തുന്നത്. ഒരു കാര്യം പറയട്ടെ, രാഷ്ട്രീയമായിട്ട് നന്നായി പൊരുത്തപ്പെട്ട ഒരു അർത്ഥത്തിൽ മുകേഷ് മാറി എന്നുള്ളത് നമുക്കറിയാം. മുകേഷ് ഒരു രണ്ട് തവണ ഒരു സിറ്റിംഗ് MLA ആയി മാറുമ്പോൾ ചില്ലറ കാര്യമല്ല. മാത്രമല്ല ഈ കൊടുംചൂട്, ഞാൻ പുനലൂരിലേക്ക് ചെല്ലുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ, ആദ്യമൊക്കെ മുകേഷ് ഇത്രത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് അലിഞ്ഞു ചേരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കൊടുംചൂട് 40 ഡിഗ്രി സമയത്ത് ചുട്ടുപൊള്ളുന്ന വിളിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ. അപ്പോൾ ഇപ്പോൾ കൊല്ലം അതുകൊണ്ട് ഇത്തവണ കാണുന്നത് പോലെ അല്ല. കണ്ണന് കണക്കൂട്ടലും അടിത്തറയും ആഴത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ഇത്തവണ മാറി ചിന്തിക്കുന്ന ആളുകൾ കൊല്ലത്ത്. തൽക്കാലം ഈ തർക്കം നിർത്താം.